قال النبي صلى الله عليه وسلم من قرأ القرآن ഒരാൾ ഖുർആൻ ഓതി വതഅല്ലമഹു ആ ഖുർആൻ അവൻ പഠിപ്പിക്കുകയും ചെയ്തു, മറ്റുള്ളവർക്ക് ആ ഖുർആൻ അവൻ പഠിപ്പിച്ചു. വഅമില ബിഹി ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് അവൻ അമൽ ചെയ്തു, അവൻ പ്രവർത്തിച്ചു. ഖുർആൻ പാരായണം ചെയ്തു, അത് മറ്റുള്ളവർക്ക് അവൻ പഠിപ്പിച്ചു കൊടുത്തു. ഖുർആൻ അനുസരിച്ചുകൊണ്ട് അവൻ അമൽ ചെയ്യുകയും ചെയ്താൽ ഹബീബായ തങ്ങൾ പറയുന്നു, ഉൽബിസ വലിദാഹു യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ ഈ മനുഷ്യന്റെ മാതാപിതാക്കൾക്ക് ധരിപ്പിക്കുന്നതാണ് താജം മിൻ നൂരിൻ പ്രകാശത്തിനാലുള്ള ഒരു കിരീടം ഈ കുട്ടിയുടെ ഈ വ്യക്തിയുടെ മാതാപിതാക്കൾക്ക് ധരിപ്പിക്കുന്നതാണ്. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തി, ആ വ്യക്തിയുടെ മാതാപിതാക്കൾക്ക് നാളെ ഖിയാമത്ത് നാളിൽ പ്രകാശത്തിനാലുള്ള ഒരു കിരീടം വെച്ചു കൊടുക്കുമത്രേ. മുത്തുനബി തങ്ങൾ പറയുന്നു, ലൗഹു മിസ്ലു ലൗഇ ശംസ് ആ കിരീടത്തിന്റെ പ്രകാശം അത് സൂര്യന്റെ പ്രകാശം പോലെ പ്രകാശിക്കുന്നതാണ്. അങ്ങനെ പ്രകാശിക്കുന്ന കിരീടമാണ് ഈ വ്യക്തിയുടെ മാതാപിതാക്കൾക്ക് ധരിപ്പിക്കുന്നത്. വയുക്സാ വലിദാഹു ഹുല്ലതൈനി ഈ വ്യക്തിയുടെ മാതാപിതാക്കൾക്ക് ആഭരണങ്ങൾ അണിയിക്കപ്പെടുന്നതാണ്. ലാ തഖൂമു ലഹുമു ദുനിയാ ദുനിയാവിലുള്ള ആഭരണം പോലെയുള്ള ആഭരണമല്ല, സ്വർഗത്തിലുള്ള ആഭരണങ്ങൾ ഈ ഖുർആൻ പഠിപ്പിച്ച അമൽ ചെയ്ത വ്യക്തിയുടെ മാതാപിതാക്കൾക്ക് അണിയിക്കുന്നതാണ്. ആ സമയത്ത് ആ മാതാപിതാക്കൾ പറയും, ഫയഖൂലാനി ബിമാ ഖുസീനാ അല്ലാഹുവേ, ഞങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ഈ ആഭരണം അണിയിച്ചിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കിരീടം വെച്ച് തന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഈ ആഭരണം ഞങ്ങൾക്ക് നീ ധരിപ്പിച്ചെന്ന് ചോദിക്കുമ്പോ അല്ലാഹു പറയുമത്രേ, ഫയുഖാലു ബിഅഖ്ദി വലദികുമൽ ഖുർആൻ ബിഅഖ്ദി വലദികുമൽ ഖുർആൻ നിങ്ങൾക്ക് ഈ ആഭരണം ധരിപ്പിക്കാനും സൂര്യന്റെ പ്രകാശം പോലെ പ്രകാശിക്കുന്ന ഈ കിരീടം നിങ്ങൾക്ക് വെച്ച് തന്ന് നിങ്ങൾ ആദരിക്കാനുമുള്ള ഒരേ ഒരു കാരണം, നിങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചല്ലോ. നിങ്ങളെ മക്കൾ ഖുർആനുമായി ബന്ധപ്പെട്ടു, ഖുർആനെ പിടിച്ചു നിങ്ങളെ മക്കള്, അതിന്റെ ആദരവ്